വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. കോൺഗ്രസിൽ തലമുറ മാറ്റമുണ്ടാകും. 50% സീറ്റ് യുവാക്കൾക്കും സ്ത്രീകൾക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്ലാനുമായി വി ഡി സതീശൻ. തെരച്ചിലും പ്രാർത്ഥനയും വിഫലമാക്കി സുഹാൻ. പാലക്കാട് കാണാതായ 6 വയസ്സുകാരന്റെ മൃതദേഹം കുളത്തിൽ നിന്ന് കണ്ടെത്തി. സുഹാനെ കാണാതായത് ഇന്നലെ ഉച്ചയ്ക്ക് 12 മണി മുതൽ. കുട്ടി തനിയെ പോകാൻ സാധ്യതയില്ലെന്ന സംശയം. വിശദമായി പരിശോധിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ. MLA ഓഫീസ് തർക്കത്തിൽ നിന്നും പിന്നോട്ടടിച്ച് ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ. വി കെ പ്രശാന്ത് 3-4 മാസം കെട്ടിടത്തിൽ തുടരുന്നതിൽ തനിക്ക് പ്രശ്നമില്ല. ആവശ്യം പറഞ്ഞത് യാചനാസ്വരത്തിലെന്ന് പ്രതികരണം. പ്രശാന്തിനെ ഓഫീസിലെത്തി കണ്ടു. യാചനയായാലും ഉടൻ സാധനങ്ങളും എടുത്തു പോകാൻ പറ്റുമോ എന്ന് വി കെ പ്രശാന്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അവസാനഘട്ട അന്വേഷണത്തിൽ SIT. യഥാർത്ഥ തൊണ്ടി മുതൽ കണ്ടെത്താൻ പരിശോധന. ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങാൻ നീക്കം. കേസിൽ ഒത്തുതീർപ്പിന് സമ്മർദ്ദമെന്ന് പരാതിക്കാരി. പ്രതിയുടെ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും പരിഗണിച്ച് പിന്മാറണമെന്ന ആവശ്യം. കേസിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി WCC. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിർണായകമായ ചുവടുവയ്പുമായി കോൺഗ്രസ്. 50% സീറ്റുകൾ യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി മാറ്റിവെക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആധികാരിക വിജയത്തിനു പിന്നാലെ ഒരേ സമയം സംഘടനയെ ശക്തിപ്പെടുത്തുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ലക്ഷ്യം വെക്കുകയുമാണ് വി ഡി സതീശൻ. ബിനോയ് കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിനോയ്, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യുവാക്കളെയും അതുപോലെ തന്നെ മുൻനിര നേതാക്കളുമായും ഒക്കെ നിരവധി പേർ തന്നെ രംഗത്തുണ്ട്. പ്രമുഖരായ നേതാക്കളൊക്കെ രംഗത്തുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു തലമുറ മാറ്റം വരുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്ന, വിജയം നൽകുന്ന ഒരു കാര്യമായി മാറുകയാണോ? തീർച്ചയായും അവന് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വളരെ വിപ്ലവകരമായ ഒരു മാറ്റമായിരിക്കും. കാരണം എത്രയോ നാളുകളായി കോൺഗ്രസിനുള്ളിലുള്ള ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ചെറുപ്പക്കാർ പലപ്പോഴായിട്ട് എടുത്ത് പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് അവർക്ക് ആവശ്യത്തിനുള്ള അവസരങ്ങൾ കിട്ടത്തില്ല. പാർട്ടി സംഘടനാ സംവിധാനത്തിനകത്തും അതുപോലെ സീറ്റുകൾ അലോക്കേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് പൊതുവേ ഉള്ള ഒരു പരാതിയാണ്. ഒരുപക്ഷെ CPM ഒക്കെ പലപ്പോഴും അതിനെ ഒരു പരിധിവരെ മറികടന്നിട്ടുണ്ട്. അവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഒക്കെ ഒരു പരിധിവരെ ചെറുപ്പക്കാരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് പോലെ ചില സംവിധാനങ്ങളിൽ അത് സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്ക് വലിയൊരു നിരാശയുണ്ടായിരുന്നു. എന്തിനീ പാർട്ടിയിലേക്ക് വരണം എന്നൊക്കെയുള്ള തോന്നൽ, എന്തിനീ പാർട്ടിക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കണം, അവർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല, സീറ്റുകൾ കിട്ടുന്നില്ല, ഇതൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇത് രസകരമായ ഒരു കാര്യം, 4 വർഷം മുമ്പ് ഉദയ്പൂർ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന കോൺഗ്രസിന്റെ പഠന ശിബിരത്തിൽ തീരുമാനിച്ചതാണ് ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്ന കാര്യം. അതായത് ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തുക, സ്ത്രീകളെ കൂടുതൽ ഉൾപ്പെടുത്തുക. അങ്ങനെ 50% ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ അസംബ്ലി സീറ്റുകൾ വിഭജിക്കുമ്പോൾ കോൺഗ്രസ് അത് സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കുമായി മാറ്റിവെക്കുന്നു എന്നുള്ള വിപ്ലവകരമായ തീരുമാനം. അത് പാർട്ടിയിലേക്ക് കൂടുതൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതിന് വഴിയൊരുക്കും, പാർട്ടിക്ക് പുതിയൊരു ആത്മാവ് നൽകുന്നുള്ള കാര്യത്തിൽ വി ഡി സതീശനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾക്ക് യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഇപ്പോ വളരെ മനോഹരമായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം, ആധികാരികമായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയമാണ് കോൺഗ്രസിനുണ്ടായത്. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിൽ 4 കോൺഗ്രസ് പിടിച്ചു. പേരിനൊരെണ്ണം കോഴിക്കോടും LDF-നുണ്ട്, തിരുവനന്തപുരത്ത് BJP-യും പിടിച്ചു. അതായത് LDF-ന് ഒരു തിരിച്ചടി കിട്ടി നിൽക്കുന്ന ഒരു സമയം കൂടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ ഈ മുൻതൂക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൂടെ വ്യാപിപ്പിക്കുക എന്നുള്ളത് സംഘടനാപരമായ കോൺഗ്രസിന്റെ ഒരു നീക്കമാണ്. അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം ചുക്കാൻ പിടിച്ച വി ഡി സതീശൻ തന്നെ ഇത് പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിന് വലിയൊരു ഉണർവും ആത്മവിശ്വാസവുമാണ് ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ആവണി. ബിനോയ്, ഈ കോൺഗ്രസിനുള്ളിൽ പടലപ്പിണക്കങ്ങൾ നമുക്കറിയുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഈ രീതിയിൽ പുതിയ യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ പുതുമുഖങ്ങൾക്ക് ഇത്തരത്തിൽ അവസരങ്ങൾ നൽകുമ്പോൾ അവിടെ വീണ്ടും ഒരു തർക്കം വരാനുള്ള ഒരു സാധ്യതയൊക്കെ എത്രത്തോളം ഉണ്ട്? കാരണം ഈ കോൺഗ്രസിന്റെ കീഴ്വഴക്കം അനുസരിച്ച് ഈ തലമുറ മാറ്റമാണല്ലോ അവിടെ ഉണ്ടാകുന്നത്.
തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ കീഴ്വഴക്കമനുസരിച്ച് ഇതൊരു ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു തലമുറ മാറ്റം തന്നെയാണ് വരിക. കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പലരും ഇതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ജനാധിപത്യപരമായ ഏറ്റവും വലിയ സൗന്ദര്യവുമായി വിദഗ്ധർ വിലയിരുത്തുന്നതും അതുതന്നെയാണ്. കോൺഗ്രസിലെ പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, കേഡർ സംവിധാനമുള്ള പാർട്ടികളായ CPM, BJP പോലെയുള്ള സംവിധാനങ്ങളിൽ പൊതുവേദികളിൽ പാർട്ടിക്കെതിരായിട്ടുള്ള വിമർശനപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരമില്ല. പാർട്ടി വേദികളിൽ, പാർട്ടി പ്ലാറ്റ്ഫോമുകളിൽ പാർട്ടി നേതാക്കന്മാരുടെ അനുമതിയോടെ മാത്രമേ അത്തരം എതിരഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. മറിച്ച് കോൺഗ്രസിന്റെ ഒരു ജനാധിപത്യപരമായ സൗന്ദര്യമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് അവർക്ക് പൊതുവേദികളിൽ ഇവരിത് പറയാറുണ്ട്. അച്ചടക്ക ലംഘനം എന്ന് മാധ്യമങ്ങളോ മറ്റുള്ളവരോ വിലയിരുത്തുമെങ്കിലും അതാണ് ജനാധിപത്യത്തിന്റെ കോൺഗ്രസിന്റെ സൗന്ദര്യം എന്ന് വിലയിരുത്തപ്പെടുന്നു. സ്വാഭാവികമായും പൊട്ടിത്തെറികൾ കോൺഗ്രസിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം നമുക്കറിയാം, കഴിഞ്ഞ തവണ ഈ കോൺഗ്രസ് പാർട്ടിയെ വീണ്ടും നിർമ്മിക്കുന്നത് പോലെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതായത് സെമി കേഡർ സംവിധാനമായിട്ട് പാർട്ടിയെ മാറ്റുന്നു എന്നാണ് VD സതീശനും K സുധാകരനും ചേർന്ന നേതൃത്വം തീരുമാനിച്ചത്. അതിനുശേഷം സംഘടനാപരമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പല പൊട്ടിത്തെറികളും ഉണ്ടായിട്ടും അതിനെയൊക്കെ കൃത്യമായി മാനേജ് ചെയ്യാൻ ഈ നേതൃത്വത്തിന് കഴിഞ്ഞു. പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി. അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഗ്രസിൽ പുതിയതല്ല, അത് പഴയത് തന്നെയാണ്, പലപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. പക്ഷെ അതിനെയൊക്കെ കൃത്യമായി മാനേജ് ചെയ്യുന്നതിനും പാർട്ടിയിലെ നേതാക്കന്മാരെ ഒപ്പം നിർത്തുന്നതിനും അനുനയിപ്പിക്കുന്നതിനും ഒക്കെ പാർട്ടി നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ പൂർണ്ണമായും ഫലവത്തായില്ലെങ്കിൽ പോലും ഈ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച സെമി കേഡർ സംവിധാനം, ആ താല്പര്യം അതിനെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൊട്ടിത്തെറികളെ ഒരു പരിധിവരെ അനുനയത്തിലൂടെയോ സമവായത്തിലൂടെയോ പരിഹരിക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നുമുണ്ട്. പ്രത്യേകിച്ചും VD സതീശന്റെ നേതൃത്വം, അതുപോലെ അതിനുശേഷം K സുധാകരന്റെ ആശീർവാദത്തോടെ തന്നെ സണ്ണി ജോസഫിന്റെ നേതൃത്വവും കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ VD സതീശന് ഒരു മേൽക്കൈ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ആധികാരികമായി പഠനത്തോടെ VD സതീശന് ഇക്കാര്യം പ്രഖ്യാപിക്കാനും കഴിയും. ഇത്തരമൊരു തീരുമാനം കോൺഗ്രസിലെ യുവതലമുറയ്ക്ക് വലിയ പ്രതീക്ഷ കൊടുക്കും എന്നുള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ, ഒരു സംഘം VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രതീക്ഷ കൂടെ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ഉണ്ടാവണം. ശരി, ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മാധ്യമ പ്രവർത്തകനായ A സജീവൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ A സജീവൻ, ഈ ഒരു നിർണായകമായ ഒരു പ്രഖ്യാപനം തന്നെയാണ് VD സതീശൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ തലമുറ മാറ്റം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയാണ് കൊണ്ടുവരുന്നതെന്ന് വേണം പറയാൻ. ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് കോൺഗ്രസിനെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കാനാണോ അതോ നശിപ്പിക്കാനാണോ സാധ്യത? തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള തീരുമാനമായിരിക്കും. കാരണം കുറെ കാലമായിട്ട്, ഈ അടുത്ത കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ നേരത്തെ ഉണ്ടായിരുന്നത്, ഈ വൃദ്ധ നേതൃത്വത്തിന് വഴിമാറി കൊടുത്തുകൊണ്ട് യുവാക്കൾ അങ്ങനെ നരച്ച് അവസാനിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എത്രയോ വൃദ്ധ നേതാക്കന്മാർ 1, 2, 3, 4, 5 തവണയല്ല ഇങ്ങനെ തുടർച്ചയായിട്ട് മത്സരിച്ചു കൊണ്ടിരിക്കുകയും അധികാരത്തിൽ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അവരുടെ ആജ്ഞാനുവർത്തികളായിട്ടോ ഏറാൻമൂടികളായിട്ടൊക്കെ മാറേണ്ട ഒരു അവസ്ഥ ഈ യുവാക്കൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് നേതൃപദവിയിലേക്ക് വരാൻ പറ്റാത്ത അവർക്ക് അധികാരത്തിലേക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് കുറച്ചു കാലമായ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നുകൂടി ഇപ്പൊ VD സതീശൻ പറഞ്ഞതനുസരിച്ച് യുവാക്കൾക്കും സ്ത്രീകൾക്കും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഉണ്ടാകുന്ന, അവർക്ക് നല്ലൊരു ശതമാനം അവർക്ക് സംവരണം ചെയ്തുകൊണ്ട് അവർക്ക് കൂടുതൽ സീറ്റുകൾ നൽകിക്കൊണ്ട് ഉള്ളൊരു തെരഞ്ഞെടുപ്പിനെ ആണ് അവർ നേരിടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും യുവാക്കൾക്കിടയിലൊക്കെ നേരത്തെ ബാധിച്ചിരുന്ന ഒരു നിരാശാബോധം അത് പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും അവർ കൂടുതൽ ഉത്സുകരായിട്ട് മാറുകയും ചെയ്യും. കാരണം ഇപ്പോഴൊക്കെ ഇത് ഏത് മുന്നണി ജയിച്ചാലും ഞങ്ങൾക്ക് എന്താന്നുള്ള തോന്നൽ ഈ UDF-ലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസിലെ പല യുവ നേതാക്കന്മാർക്കും യുവാക്കൾക്കും ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഞങ്ങൾക്കും പ്രതീക്ഷിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം വളരെ അവർക്ക് ആവേശം നൽകുന്നതാണ്. അതേസമയം തന്നെ ഇത് അത്ര എളുപ്പത്തിൽ നടപ്പാക്കാൻ ഈ ഇപ്പോഴും നിലവിലുള്ള വൃദ്ധ നേതൃത്വം തയ്യാറാവുമോ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. VD സതീശൻ വളരെ കൃത്യമായ ലക്ഷ്യത്തോട് കൂടിയിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ദർശനത്തോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൽ ഇപ്പോഴും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി കുപ്പായം തയ്ച്ചു വെച്ചിട്ടുള്ള ധാരാളം ഈ വൃദ്ധ നേതാക്കന്മാരെ നമുക്കറിയാം. അവര് MP-മാരായിട്ടുണ്ട്, MLA-മാരായിട്ടുണ്ട്. ഒരാളുടെ താല്പര്യം ഞാൻ എല്ലാം ഒക്കെ ആയിട്ടുണ്ട്, പക്ഷെ എനിക്ക് സംസ്ഥാനത്തൊരു മന്ത്രിയാവാൻ പറ്റിയിട്ടില്ല എന്ന് വ്യതയുള്ള ആളുകളൊക്കെ. അപ്പൊ അങ്ങനെ തുടർച്ചയായിട്ട് ഓരോ തലത്തിലേക്കും മാറി മത്സരിച്ചുകൊണ്ട് ഈ നമ്മൾ പറയാറില്ലേ, മരിച്ചു മാത്രം സ്ഥാനം ഒഴിയുന്നൊരവസ്ഥ.
അത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തിരിച്ചടിയായിരിക്കും. പക്ഷെ അത് കോൺഗ്രസിലെ യുവാക്കൾക്ക് ഒരു വലിയ വലിയ ഊർജം നൽകുന്ന കാര്യമാണ്. ഏതായാലും അത് നടപ്പാക്കാൻ പറ്റുകയാണെങ്കിൽ അത് വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവർക്കൊരു മിന്നും വിജയമാണ് നൽകിയിട്ടുള്ളത്. ആ രീതിയിൽ നിയമസഭ തെരഞ്ഞെടുപ്പിലും അടുത്ത മന്ത്രിസഭയിലേക്ക് അധികാരമേക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഈ കോൺഗ്രസിന് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ആകെ അഴിച്ചു പണിയുന്നത്. പക്ഷേ ഈ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ അത് ഈ പുതിയ ഒരു മാറ്റത്തിന് പിന്നാലെ വ്യാപിക്കാനും രൂക്ഷമാകാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളമുണ്ട്? അല്ല, കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങൾ നമ്മൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. പല സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കാൻ ആ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് അവർക്ക് ഈ മിന്നുന്ന വിജയം, താങ്കൾ പറഞ്ഞ പോലുള്ള ഈ മിന്നുന്ന വിജയം ഉണ്ടായിട്ടുള്ളത് അത് UDFന്റെയോ കോൺഗ്രസിന്റെയോ മാത്രം എടുക്കുകൊണ്ടല്ല. അത് LDFന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വലിയ വീഴ്ച, അവർക്ക് കരകയറാൻ പറ്റാത്ത രൂപത്തിൽ അത്രയും വ്യാപകമായ തിരിച്ചടി ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള വീഴ്ചകളുടെ ഫലം കൂടിയാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നേട്ടമായിട്ട് UDFന് അനുകൂലമായിട്ട് നിന്നു. കാരണം ഇവിടെയുള്ള ഒരു നിഷ്പക്ഷ വോട്ടർമാർ അവർക്ക് ഈ LDFന്റെ അവസാനഘട്ട, പ്രത്യേകിച്ച് ശബരിമല പ്രശ്നത്തില് ഈ ഇതൊക്കെ പറയുന്ന ഒന്ന് ചെയ്യുന്ന വേറൊന്നും രീതിയിൽ കാര്യങ്ങൾ വരുന്നു. അപ്പൊ അതൊക്കെ ഉണ്ടാക്കിയൊരു മടുപ്പുണ്ട്. ആ മടുപ്പാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഈ ഒരു അവസ്ഥയുണ്ട്. അതേ സമയത്ത് തന്നെ എനിക്കറിയാം, ഇപ്പൊ കോഴിക്കോട് UDFന്റെ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന PM നിയാസ് പരാജയപ്പെട്ടു എന്നുള്ളത് കോൺഗ്രസുകാർക്ക് പോലും അത്ഭുതമാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തി CPMകാരല്ല, LDFകാരല്ല, അല്ലെങ്കിൽ BJPക്കാരല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത്തരത്തിലുള്ള കളികൾ ഇത്തവണയും ഉണ്ടായി, പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നടക്കാതെ പോയത് അതിനേക്കാൾ വലിയൊരു വിഡിത്തം അപ്പുറം മറുപുറത്ത് LDFന്റെ ഭാഗത്ത് ചെയ്തുകൊണ്ടാണ്. അപ്പം അത് ആ ഒരു പ്രശ്നം നിലവിലുണ്ട്. ഞാൻ പറഞ്ഞ യുവാക്കൾക്ക് ഇതൊക്കെ കൊടുക്കാമെന്ന് പറയുമ്പോൾ പോലും ഈ അതിനെ തടയാൻ തയ്യാറായിട്ട് ഈ ഇനിയും ഒരു 10ാമത്തെ തവണയും ഞാൻ മത്സരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരുടെ ഒരു വലിയ പിടിവാശി ഉണ്ടാകും. ഇപ്പോഴേ തന്നെ പല മണ്ഡലങ്ങളിലും കണ്ണുവെച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അത്തരം പ്രശ്നങ്ങളുണ്ട്. അവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ വലിയ ഗ്രൂപ്പ് പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും. അതാണ് കോൺഗ്രസിന്റെ ശാപം. പക്ഷെ അത് ഉണ്ടായില്ല എങ്കിൽ വളരെ കൃത്യമായ രൂപത്തിലാണ് ഈ യുവാക്കൾക്കും സ്ത്രീകൾക്കും പരമാവധി സ്ഥാനം കൊടുത്തുകൊണ്ട് അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടുള്ള ഒരു നീക്കമാണ്, അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതിയാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് കോൺഗ്രസ് നേട്ടമുണ്ടാക്കും. ആ സമയത്ത് ഞാൻ അതിനെ പൂർണ്ണ വിശ്വാസത്തോടുകൂടിയാണ് എടുക്കുന്നത്. കാരണം കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരാട്ടത്തെ കുറിച്ച് നമുക്കറിയാം. കാലുവാരുക എന്ന് പറയുന്നത് വളരെ ശീലമാക്കിയിട്ടുള്ള ഒരു വിഭാഗം കൂടിയാണ് കോൺഗ്രസിലെ പല നേതാക്കന്മാരും. അത് അവർ ചെയ്യാനുള്ള സാധ്യത നമുക്ക് ഒരിക്കൽ പോലും തള്ളിക്കളയാൻ പറ്റില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ എ സജീവൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ AG ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ AG ജോർജ്, വലിയൊരു നിർണായകമായൊരു തയ്യാറെടുപ്പിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയൊരു ആത്മവിശ്വാസം നൽകുകയായിരുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിജയം നേടാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ BJPക്ക് ഒരു തിരിച്ചടി നൽകുക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ BJPക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ സാധിച്ച ഒരു മുന്നേറ്റം അത് ഇല്ലാതാക്കുക എന്നുള്ളൊരു അജണ്ട കൂടെ കോൺഗ്രസിന് മുന്നിൽ ഇപ്പോൾ ഉണ്ട്. ആ രീതിക്ക് നോക്കുമ്പോഴാണ് ഈ 50% സംവരണം അത് സ്ത്രീകൾക്കും യുവാക്കൾക്കുമായി നൽകാനുള്ള ഒരു തീരുമാനം കോൺഗ്രസിൽ ഉണ്ടാകുന്നത്. നിർണായകമായ ഒരു പ്രഖ്യാപനം തന്നെയാണ്. പക്ഷെ അതിന് പിന്നാലെ ഇനി വരാൻ പോകുന്നത് ഒരു സുഗമമായ ഒരു നടത്തിപ്പ് തന്നെ ആയിരിക്കുമോ എന്നുള്ളതാണ് ഒരു സംശയം. നടപ്പാക്കാൻ കഴിയുമെങ്കിൽ വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ശ്രീ VD സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് തന്നെ വേണം കാണാൻ. ഇത് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല നടപ്പാക്കാൻ എന്നത് സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം അറിയാം. എന്നാൽ അതിന്റെ ഉദ്ദേശശുദ്ധിയെ ആർക്കും ചോദ്യം ചെയ്യാനായി സാധ്യമല്ല. കാരണം ഇപ്പോൾ കേരളത്തിലെ UDF വളരെയേറെ ആത്മവിശ്വാസം വർദ്ധിച്ച ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് ലഭിച്ചത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ഊർജം കൊണ്ടാണ്. ആ ഊർജം നിലനിർത്താനായി വളരെയേറെ പരിഷ്കാരങ്ങൾ ഒരുപക്ഷെ പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും ആവശ്യമാണ് എന്നുള്ള ബോധ്യമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായ VD സതീശന് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് വേണം കരുതാൻ. ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം കൂടെ ഉണ്ട്. ഏതാണ്ട് 4 വർഷം മുൻപ് രാജസ്ഥാനിലെ ഉദയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തിയ ഒരു കോൺഗ്രസ് ശിബിരമുണ്ട്. ആ ശിബിരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു തീരുമാനം ഉണ്ടായത്. അതായത് സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും 50% സംവരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ പാർട്ടിയിലെ സ്ഥാനമാനങ്ങളിലും ഒക്കെ വേണം
എന്ന ഒരു തീരുമാനം ദേശവ്യാപകമായി എടുത്തതാണ്. എന്നാൽ പല സാങ്കേതികമായ കാരണങ്ങളാൽ പ്രാദേശികമായ പ്രശ്നങ്ങളാലൊക്കെ അത് ഈ 4 വർഷമായിട്ട് ഫലകരമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഒരു വസ്തുത. അപ്പോൾ ആ ഒരു പിൻബലത്തിന്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട VD സതീശൻ ഇപ്പോൾ ഈ പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിനകത്ത് പ്രായോഗികമായി നേരിടാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോഴേ തന്നെ ചില മണ്ഡലങ്ങൾ നോട്ടമിട്ടിരിക്കുന്ന ചില സീനിയർ നേതാക്കന്മാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർട്ടിയേക്കാൾ വലുത് അവരാണ് എന്ന ബോധ്യമുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആ സ്ഥാനങ്ങളിൽ ചെറുപ്പക്കാരെയും സ്ത്രീകളെയും ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് എത്രമാത്രം സുഗമമായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കോൺഗ്രസ് എക്കാലവും ചില ഗ്രൂപ്പ് സമവാക്യങ്ങളിലൊക്കെ നട്ടം തിരിഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ പുറത്തു ചാടാനുള്ള ബോധപൂർവമായ ശ്രമം ഇപ്പോഴത്തെ നേതൃത്വം നടത്തുന്നുണ്ട്. അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട VD സതീശൻ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയതായ അഭിമുഖത്തിൽ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയില് ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം ഇപ്പോൾ തന്നെ 2ാം നിരയിലും 3ാം നിരയിലുമൊക്കെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരും സ്ത്രീകളും പ്രവർത്തിക്കുന്നുണ്ട്. അവരെ 1ാം നിരയിലേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നൊക്കെ അദ്ദേഹം സതുദ്ദേശത്തോടുകൂടി പറയുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലെ ആഗ്രഹമാണ്. അത് നടപ്പാക്കാനുള്ള ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയും അദ്ദേഹത്തിന് പാർട്ടിയിലുള്ള മറ്റുള്ള ആളുകളിൽ നിന്ന് ഇതിന് പിൻബലം അല്ലെങ്കിൽ പിന്തുണ ലഭിക്കുകയും ചെയ്താൽ ഒരു വലിയ മാറ്റം, മുഖച്ഛായ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് മാറും. അതിന്റെ ഫലം UDF-നുണ്ടാകും എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. ബഹുമാനപ്പെട്ട സതീശൻ ആവർത്തിച്ച് പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് 100 സീറ്റെങ്കിലും നേടിയെടുക്കാൻ കഴിയത്തക്ക ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കണക്കുകൂട്ടലിൽ ഏകദേശം 86 നിയോജക മണ്ഡലങ്ങളിൽ UDF-ന് മേൽക്കൈയുണ്ട് എന്ന് അവരെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 സീറ്റ് കൂടി നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പം അല്ലെങ്കിൽ അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. എന്നാൽ അതിനൊക്കെ ഇനിയും 4 മാസത്തിനിടയിൽ വളരെ അച്ചടക്കത്തോടുകൂടി ചിട്ടയോടുകൂടി ഈ പറയുന്ന വ്യക്തി വിരോധവും ഒക്കെ മാറ്റി അല്ലെങ്കിൽ താനെന്ന ഭാവവും ഒക്കെ മാറ്റി പ്രവർത്തിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാകും. അതുവഴിയായി UDF-നും നേട്ടമുണ്ടാകും. അതുകൊണ്ട് ഇത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയത്തക്ക ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് VD സതീശന്റെ മുൻപിലുള്ള വലിയ വെല്ലുവിളി. അതിന് അദ്ദേഹത്തിന് സീനിയർ നേതാക്കന്മാരുടെ പിന്തുണ ഉണ്ടാകണം. കുറെയൊക്കെ സീനിയർ നേതാക്കന്മാർക്ക് ഒരു ത്യാഗ മനോഭാവം ഉണ്ടാകണം. അട്ടിപ്പേറായി അല്ലെങ്കിൽ ഒരു തരത്തിൽ കുടികളപ്പ് അവകാശം പോലെ മണ്ഡലങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന 65, 70, 75 വയസ്സുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്താനും അവരൊന്നല്ലെങ്കിൽ സ്വയം മാറിക്കൊടുക്കാനും തയ്യാറാവണം. ചെറുപ്പക്കാരുടെ അനിവാര്യത പാർട്ടിക്ക് ഉണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ അനിവാര്യതയുണ്ട്. അവരൊക്കെ ഒരുമിച്ച് വരുമ്പോൾ പാർട്ടിക്ക് ഒരു നവോന്മേഷം ലഭിക്കുകയും പുതുരക്തം വരുമ്പോൾ കൂടുതൽ ഊർജം ഉണ്ടാവുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഈ തീരുമാനം നടപ്പാക്കാൻ കഴിയട്ടെ എന്നാണ് പാർട്ടിയെയും അല്ലെങ്കിൽ മുന്നണിയെയും സ്നേഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുള്ള വിലങ്ങ് തടികളൊക്കെ മാറിക്കിട്ടണമെങ്കിൽ അസാധാരണമായിട്ടുള്ള ഐക്യത്തോടുകൂടി വലിയ സീനിയർ നേതാക്കന്മാരും മറ്റു നേതാക്കന്മാരും ശ്രമിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇതിന്റെ ഉദ്ദേശശുദ്ധിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. ഇത് പാർട്ടിക്ക് വലിയ മാറ്റം ഉണ്ടാക്കും. പാർട്ടിയുടെ മുഖച്ഛായ മാറും. UDF-ന്റെ മുഖച്ഛായ മാറും. ഈ ഒരു പാത മറ്റു പാർട്ടികളും മാതൃകയായി സ്വീകരിക്കുമെങ്കിൽ അതേറെ നന്ന്. മുസ്ലിം ലീഗിനെ പോലെ കേരള കോൺഗ്രസിനെ പോലെ അവർക്കും ഇതൊരു സന്ദേശമായി അവർ കൊടുക്കുമെങ്കിൽ അവിടെയും ഒരു പുതിയ തലമുറയുടെ പ്രവേശം അനിവാര്യമാണ്. കാരണം രാജ്യത്താകമാനം നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും ഈ യുവാക്കളുടെയും സ്ത്രീകളുടെയും രാഷ്ട്രീയ രംഗത്തെ പ്രവേശനം വളരെ എല്ലാവരും ആകാംക്ഷയോടും ജാഗ്രതയോടും കൗതുകത്തോടും കൂടി നോക്കിയിരിക്കുന്നതാണ്. രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നൊരു സമയങ്ങളിൽ പോലും ഈ സ്ഥാനാർത്ഥി നിർണയവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ ഈ പലതവണ ഈ നിയമസഭാ സീറ്റുകൾ ഇങ്ങനെ കോൺഗ്രസിന് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലേക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. മാത്രമല്ല അവർക്കൊരു വലിയ ആത്മവിശ്വാസം കൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയിട്ടുണ്ട്. ആ ഒരു തിരിച്ചറിവ് കൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്.
അതായത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ, അതിന്റെ ഫലമായിട്ടുള്ള ദുരന്തങ്ങൾ, അതുമൂലം ഉണ്ടായ രാഷ്ട്രീയ നഷ്ടം, ഇതിനെ സംബന്ധിച്ചൊക്കെ വിലയിരുത്താൻ തുടങ്ങിയത് കൊണ്ടാണല്ലോ അവർക്ക് ഈ തരത്തിൽ മാറി ചിന്തിക്കേണ്ടതായി വന്നത്. അപ്പോൾ ഞാൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇതത്ര പറയുന്നത് പോലെ കരിവെള്ളയിലെ നെല്ലിക്ക പോലെ അത്ര പ്രകടമല്ല, അത്ര എളുപ്പവുമല്ല. ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും, സമ്മർദ്ദങ്ങൾ ഉണ്ടാകും, സീനിയർ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടാകും. അതൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ വെല്ലുവിളിയാണ്. അതിനെ ഇപ്പോഴത്തെ KPCC നേതൃത്വം, ഇപ്പോഴുള്ള ഈ മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കളൊക്കെ ഏക മനസ്സോടി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഊർജം പലതരമായി ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ നല്ലൊരു മേൽക്കൈ നേടാൻ സാധിക്കുകയും ചെയ്യും. എന്തായാലും പിണറായി വിജയനെ പോലെ 5ാം പ്രാവശ്യവും 4ാം പ്രാവശ്യവും ഒക്കെ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് മുന്നിൽ കാണിച്ചുകൊണ്ട് നടക്കുന്ന CPM-ന്റെ ദുർഗതി ഏതായാലും കോൺഗ്രസിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ AG ജോർജ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ഒരു തലമുറ മാറ്റം അത് കോൺഗ്രസിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർണായകമായ ഒരു പ്രഖ്യാപനം തന്നെയാണ് VD സതീശൻ നടത്തിയിട്ടുള്ളത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50% സംവരണം അല്ലെങ്കിൽ സീറ്റുകൾ അത് സ്ത്രീകൾക്കും യുവാക്കൾക്കുമായി നൽകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിർണായകമായൊരു തീരുമാനം തന്നെയാണ് ഇതെന്ന് വേണം പറയേണ്ടി വരുന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തലമുറ മാറ്റം വരിക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല. ഈ മക്കത്തായം എന്നൊക്കെ പറയുന്ന പോലെ കോൺഗ്രസിൽ അങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അതിനും മാറ്റമായി, അതിനും ബദലായി അല്ലെങ്കിൽ അതിലൊരു മാറ്റമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇടവേള. വ്യവസായ നഗരമായ കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ഇനി വന്ദേ ഭാരത് യാത്ര നടത്താം. 26651, 26652 എന്നാണ് ട്രെയിൻ നമ്പറുകൾ. ആഴ്ചയിൽ 6 ദിവസമാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. ബുധനാഴ്ച സർവീസ് ഇല്ല. നവംബർ 11 മുതലാണ് സർവീസ് തുടങ്ങുന്നത്. പുലർച്ചെ 5 മണിക്ക് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരിച്ച് എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് 2:20 ബംഗളൂരുവിലേക്ക് പുറപ്പെടുന്നത്. രാത്രി 11 KSR ബംഗളൂരു സ്റ്റേഷനിലെത്തും. 11 സ്റ്റേഷനുകളിൽ മാത്രമാണ് വന്ദേ ഭാരതിന് സ്റ്റോപ്പ് ഉള്ളത്. കേരളത്തിൽ എറണാകുളം വിട്ടാൽ 2 സ്റ്റോപ്പുകൾ മാത്രം. എറണാകുളം, തൃശൂർ, പാലക്കാട്, പൊതന്നൂർ, കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, ജോലാർപേട്ടെ, കൃഷ്ണരാജപുരം, KSR ബംഗളൂരു എന്നിങ്ങനെയാണ് വന്ദേ ഭാരത് കടന്നുപോകുന്ന സ്റ്റേഷനുകൾ. ചെയർ കാറിന് 1095 രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 2289 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. 8 മണിക്കൂർ 40 മിനിറ്റാണ് സർവീസ് സമയം. ഇനി ഓരോ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് പരിശോധിക്കാം. എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പോകുമ്പോൾ തൃശൂരിലേക്ക് ചെയർ കാറിന് 293 രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 616 രൂപയുമാണ്. പാലക്കാട് 384 ചെയർ കാറിനും 809 രൂപ എക്സിക്യൂട്ടീവ് ചെയർ കാറിനും നൽകണം. തിരികെ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ തൃശൂരിലേക്ക് ചെയർ കാറിന് 1009 രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 2110 രൂപയുമാണ്. പാലക്കാട് 876 ചെയർ കാറിന് നൽകിയാൽ 1827 എക്സിക്യൂട്ടീവ് ചെയർ കാറിന് നൽകി യാത്ര ചെയ്യാം. മറ്റത്തൂരിലെ BJP കോൺഗ്രസ് സഖ്യത്തിൽ കർശന നടപടിക്കൊരുങ്ങിയ DCC. കോൺഗ്രസിന്റെ 8 വാർഡ് അംഗങ്ങളെയും 2 വിമതരെയും അയോഗ്യരാക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കും. മണ്ഡലം കമ്മിറ്റി നിയമ നടപടി സ്വീകരിക്കും. മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടതനുസരിച്ച് 2 വിമതരെയും തിരിച്ചെടുത്തിരുന്നു. 10 പേരെ അയോഗ്യരാക്കാനുള്ള നിയമ നടപടി ഉടൻ ആരംഭിക്കുമെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. തൃശൂർ ചൊവ്വന്നൂരിലെ കോൺഗ്രസ് SDPI സഖ്യത്തിൽ കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂരിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. 2 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറുപടി തൃപ്തികരമല്ലെങ്കിൽ വർഗീസിനെതിരെയും നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ ജയിച്ചവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നാടിന്റെ നൊമ്പരമായി സുഹാൻ. പാലക്കാട് ചിറ്റൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ സുഹാൻ എന്ന 6 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. 21 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം രാവിലെ കണ്ടെത്തിയത്. വീട്ടിൽ നിന്ന് അകലെയുള്ള കുളത്തിലാണ് മൃതദേഹം കണ്ടത്. ഇത്രയും ദൂരം കുട്ടി എങ്ങനെ എത്തിയെന്നതിൽ ദുരൂഹത തുടരുകയാണ്. പാലക്കാട് ചിറ്റൂരിൽ ഇന്നലെയാണ് 6 വയസ്സുകാരൻ സുഹാനെ കാണാതായത്.
തുടർന്ന് വ്യാപക തിരച്ചിൽ നടത്തി. 21 മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ വീട്ടിൽ നിന്ന് 300 മീറ്റർ ദൂരെയുള്ള കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാരാണ് കുളത്തിന് നടുവിൽ മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന നിലയിൽ കണ്ടത്. കുട്ടി എങ്ങനെയാണ് വീടിന് അകലെയുള്ള കുളത്തിനടുത്ത് എത്തിയതെന്നാണ് നാട്ടുകാരെയും വീട്ടുകാരെയും കുഴയ്ക്കുന്ന ചോദ്യം. സുഹാൻ അധികം പുറത്തിറങ്ങാറില്ലായിരുന്നുവെന്നാണ് സമീപവാസികൾ പറയുന്നത്. 2 ദിവസം മുൻപ് ബന്ധുക്കളായ കുട്ടികളോടൊപ്പം സമീപത്തെ പാർക്കിലെത്തിയിരുന്നു. എന്തായാലും സംഭവം പോലീസ് വിശദമായി അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാണ്. അമ്പാട്ടുപാളയം എരുമൻകോട് മുഹമ്മദ് അനസ് തൗഹീദ ദമ്പതികളുടെ ഇളയമകൻ സുഹാനെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതലാണ് കാണാതായത്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ സുഹാൻ സഹോദരനുമായി പിണങ്ങി വീട്ടിൽ നിന്നിറങ്ങിയതാണെന്ന് ബന്ധുക്കൾ പറയുന്നു. എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതിരുന്നതോടെയാണ് തെരച്ചിൽ നടത്തിയത്. സുഹാന്റെ അമ്മ നീലഗിരി പബ്ലിക് സ്കൂൾ അധ്യാപികയാണ്. ജി മലയാളം ന്യൂസ്, പാലക്കാട്. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണം ആർക്ക് വിറ്റുവെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. ഇതിനായി ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ അപേക്ഷ നൽകും. ഡി മണിയെപ്പറ്റി കൂടുതൽ അന്വേഷണത്തിനും തീരുമാനം. ശബരിമലയിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം വേർതിരിച്ചത് സ്മാർട്ട് ക്രിയേഷൻസിലാണ്. പിന്നെയത് ആർക്ക് വിറ്റെന്ന സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല. ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിനായാണ് ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ ചോദിച്ച് നാളെ അപേക്ഷ നൽകുന്നത്. ഇടനിലക്കാരൻ കൽപേഷിനെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതേസമയം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പരാമർശിച്ച പ്രവാസി വ്യവസായിയുടെ മൊഴിയനുസരിച്ച് കണ്ടെത്തിയ മണിയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ MS മണി തന്നെയാണ് വ്യവസായി പറഞ്ഞ ഡി മണിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഉറപ്പിക്കുന്നത്. എന്നാൽ തനിക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമില്ലെന്നും ഡി മണി താനല്ലെന്നും ഇയാൾ വിശദീകരിക്കുന്നു. തന്നെ വേട്ടയാടുന്നത് എന്തിനെന്നും ഇയാൾ ചോദിച്ചു. ഇയാൾക്ക് മറ്റുള്ളവരുടെ പേരിൽ ഫോൺ നമ്പറുകൾ ഉണ്ടെന്നും ഇയാളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നു. അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഇയാളും വ്യക്തമാക്കി. ജി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനോട് ഓഫീസ് ഒഴിയണമെന്നാവശ്യപ്പെട്ടത് വിവാദത്തിലായതോടെ അനുനയ നീക്കവുമായി R ശ്രീലേഖ. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന MLA ഓഫീസിലെത്തി VK പ്രശാന്തുമായി ശ്രീലേഖ കൂടിക്കാഴ്ച നടത്തി. ഓഫീസ് സംബന്ധിച്ച് കരാർ ഉണ്ടെന്ന് തോന്നുന്നില്ലെന്നും അത് പരിശോധിക്കണമെന്നും ശ്രീലേഖ വ്യക്തമാക്കി. എന്നാൽ വാടക കരാർ അവസാനിക്കാതെ മാറില്ലെന്ന് VK പ്രശാന്ത് വ്യക്തമാക്കി. കണ്ണൂർ തലശ്ശേരി എരഞ്ഞോളിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ക്ലബിന് നേരെ അക്രമം. എരഞ്ഞോളി മഠത്തും ഭാഗത്ത് പ്രിയദർശിനി ക്ലബ്ബാണ് അക്രമികൾ അടിച്ചു തകർത്തത്. അർദ്ധരാത്രിയിലാണ് ക്ലബ്ബ് തകർത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ശക്തി കേന്ദ്രമായ മഠത്തും ഭാഗം വാർഡിൽ കോൺഗ്രസ് ജയിച്ചിരുന്നു. ഇതിനുള്ള വിദ്വേഷമാണ് ക്ലബ്ബ് തകർത്തതെന്നും കോൺഗ്രസ് ആരോപിച്ചു. ആക്രമണത്തിന് പിന്നിൽ CPM എന്ന് ഉറപ്പിച്ചു കോൺഗ്രസ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.